ആരുടെ ഈ മണ്ടമതി ആരി മണ്ടൻ അത് ഒരു ആള് തെറ്റ് വള്ളിയായി വള്ളി വള്ളി നമ്മളെ ഇടപെടല്ലേ എടാ നമ്മൾ ഇടപെടാവേ വേറെ ഇടപെടല്ലേ മറ്റേ മാറ് മാറ് ഞാനിത് പണിട്ടേ ഉള്ളൂ കുത്തല്ലേ കുത്തല്ലേ കണ്ണെടുക്കും അടിക്കണ്ട ഞാൻ കണ്ടേ തിരിച്ചോടാ നിന്റെ ഗേൾഫ്രണ്ടിനെ അടിക്കുക ഞങ്ങള് അത് വേറെ ആര്യ ജത്തിയോടാ സ്നൈപ്പത്തിന്റെ ഗേൾഫ്രണ്ട് രണ്ട് ഞങ്ങൾ അടിക്കും നിന്റെ ഗേൾഫ്രണ്ട് ടോക്കിയോയിലെ കൊച്ചുണ്ടെന്ന് പോയോടാ പോയാ നിനക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോടാ പറയാൻ അമ്പത്തൂര് നിനക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോടാ ഇല്ല 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 അടിക്കില്ലട്ടെ ഞാൻ അത് ബ്രസീൽ അത് മറ്റേമാരല്ലേ ആ കറുത്ത വണ്ടി അവന്മാരല്ലല്ലോ അല്ല 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 മോനെ അടിക്കല്ലേടാ നമ്മളും കൂടി വരട്ടേടാ എവിടെ അടിക്കുന്നേ ഓ അതുപോലെ അറിയാനാ നീ അടിയായി എന്ന് പറയണ കുണേ എല്ലാരോടും എടാ അല്ല ഇപ്പൊ ആരായിട്ടാണോ നിത്യാവശ്യം ടോക്കിയോ ആയിട്ടാണോ നമ്മള് സംസാരിച്ചാൽ തീരാന്ന് പ്രശ്നമുള്ളൂ എന്നാലും തന്നെ നീ എവിടെ ലിറ്റാണ് ലിറ്റാണ് ഇവിടെ 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 അടുത്തല്ലേ ബ്ലാക്ക് നീയാണോ നമ്മളടിക്കില്ല ജെട്ടിക്കകത്താ മരം എവിടെയാണോ ഒന്ന് പറയണം ഞാനും മരം അയ്യോ എന്റെ ഉണ്ട കുറവാണോ നോക്കട്ടെ അടിക്കണേ ഇവിടെ ഇതിന്റെ ബാക്കി ഇരിപ്പോണ്ടാ എന്റെ ഉണ്ടല്ലോ അടി വടി വടി വരും അടി വടി വാ ഇവിടെ പിങ്ങിട്ടെ നീ അടിയില് ജട്ടിയുടെ അടിയില് ജെട്ടിന്റെ അടിയിലത്തെ ഫ്ലോറിലാ പിങ്ങട് 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 നീ എടാ അടിയിലത്തെ അടി വന്നിട്ട് നേരെ റൈറ്റ് ലെഫ്റ്റ് 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 അവന് എത്ര എട്രാ അവന് ഇത് പുള്ളി ഇവന്മാരല്ലേ നീയല്ലേ കേറി വരുന്നാരാ കേറി വരുന്നാരാ താഴത്തോട്ട് കേറിയാരാ അവന്മാരാ അവന്മാരാ നിങ്ങളങ്ങോട്ട് ഓടി എടാ എന്നെ പുഷ് ചെയ്ത് ചാടി 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 നീ നിലത്തോട്ട് ചാടോ ചാടി 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 എന്റെ പുറകെ പിങ്ങട് പിങ്ങട് ഈ ഫ്രീ വണ്ടി ആറാ പെട്ടെന്ന് പെട്ടെന്ന് ഈ താഴത്തെ നീയാണ് ഓടുന്നേ നീ മുതുക്കിന്റെ ഫ്രണ്ടിലോട്ട് ചാടാൻ പറ്റോ മുതുക്കിന്റെ ഫ്രണ്ടിലോട്ട് ഞാൻ വണ്ടി നീ വിട്ടോ ചൂട് വിട്ടോ ചൂട് വിട്ടോ അവന്മാര് ലക്ഷക്കണക്കിന് ആൾക്കാര് അവന്മാരെല്ലാം താഴത്തുണ്ടാ അവന്മാരെല്ലാം താഴത്തുണ്ടാ ആരും പറയട്ടെ എട്ടിന്റെ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിംഗ് ഇല്ലേ അവിടെ കൊണ്ടുവന്ന് കുത്തോ ഓപ്പോസിറ്റ് മറ്റേ ഇതില്ലടാ ഹോസ്പിറ്റല് എടാ അവന്മാരെല്ലാം ജെട്ടിയില് കുത്തി അവന്മാരെല്ലാം ജെട്ടിയില് കുത്തി ആ മേളത്തെ ബിൽഡിംഗ് മേളത്തെ ബിൽഡിംഗ് അവിടെ കൊണ്ടുവന്ന് കുത്ത്
എല്ലാരും കുത്തേ, ഒരാൾ മാത്രം വണ്ടി ഇട്ട് കയറി. എടാ ഇതുപോലെ മണ്ടന്മാരാണ് ഗ്യാങ്. എത്ര പേരളിയാ അവന്മാര്? അമ്മാരെല്ലാം തിരിച്ച് ചട്ടി കയറിയ കറുത്ത വണ്ടി ആരാളിയാ? കുത്തിടാ ഇവിടെ അടുത്തരെ നിലത്തൂത്തിയേ വന്ന് ഇങ്ങോട്ട് ചാടിച്ചു. കറുപ്പ് എന്ത് ഇതാരാ മനസ്സിലാകത്തില്ലല്ലോ ഇത്. ബാക്ക് ചെയ്ത് തേറിലോട്ട് നിങ്ങള് താഴെ പോയ ഇല്ലല്ലോ. നിങ്ങള് താഴെയാണോ? പറ കോളുതാ. ലോല വാ. എടാ കുട്ടി അടിയടാ ഇവിടെ. എന്നെ എടുത്തിട്ട് പൊസിക്കല് തന്നെ. വാ പുഷ് എനിക്ക്. രണ്ട് പേരുണ്ടളിയാ. അല്ലെ ഞാൻ കാര്യം പറയട്ടെ, നമുക്ക് വയ്യ വലിഞ്ഞാലും വന്നാലും അതല്ലേ നല്ലത്. ഞാൻ ഫുള്ള് സ്കൗട്ട് ചെയ്ത് അവന്മാര് 7 പേര് കുറയാന്നുണ്ട്. നീ എവിടെ വന്നാലും ഹലോ കണ്ണാപ്പി ഒരു ക്യാമറ എടുത്തിട്ട് ഇവിടെ സ്റ്റോക്കിയുടെ ആ ഫ്രണ്ട് ഇരിക്കുന്ന മെക്ക ഒന്ന് അവിടെ മാറിക്കൊണ്ടാ. എടാ ഹെൽപ്പ് ഇട്ടിട്ട് ഓൺ ഗോയിങ് സിറ്റുവേഷൻ ആന്ന് പറയട്ടാ. ഹലോ ആ പറഞ്ഞു. നിങ്ങളെ ലൈവ് ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഇവരാണെന്നുള്ള ഒരു അത് ലച്ചുവിനെ കണ്ടായിരുന്നു ഞാൻ. ആണോ ഗ്യാങ് ഡ്രസ് കാര്യങ്ങളും? ഗ്യാങ് ഡ്രസ് അല്ല, അവരെ ഞാൻ കണ്ടായിരുന്നു. ഗ്യാങ് ഡ്രസ് അല്ലാണ്ട് ഗ്യാങ് അല്ലാണ്ട് ഇവർക്ക് വൈറ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. ഗ്യാങ്ങിലുള്ള ഒരു വൺസ് ഓൾവേസ് ഗ്യാങ് ഉണ്ട്. അതെ പിന്നെ അവര് നമുക്കറിയാലോ. ലച്ചു കണ്ട എന്റെ ഗേൾഫ്രണ്ടിനെ കണ്ടു. ഗേൾഫ്രണ്ട് അല്ല ബെസ്റ്റി. എടാ ഇറങ്ങൂടാ ഇറങ്ങ അഡ്മി വന്ന് സംസാരിച്ചിപ്പോ എത്ര പേരുടെ ഉണ്ട് അമ്മാറ്? എടീ വെളിയിലോട്ട് പാടി വെളിയിലോട്ട് പാടിയാ വാടി നിന്നെ കൊല്ലു. കോച്ച് നമുക്ക് വെളിയിലോട്ട് വരാൻ പറ കോച്ച്. വെളിയിലോട്ട് വാ. പറ അവന്മാരോടും പറ. ആര് ഞാനോ? എപ്പോ കേറി പാടി പയ്യന്മാരെ കൊന്നിട്ട് സംസാരോ? നിന്നെ കൊല്ലും. വെളിയിലോട്ട് പാടി. ഒരു 4-3 നേരം പ്ലക്കി കത്തിച്ചും കിട്ടാ മതി. ஒரு கேமாத விளையாடவும் தெரியாது. അല്ല അവന്മാര് ഇറങ്ങുവാടാ.
കൺട്രേഡി വേണ്ട, നമുക്ക് ഇൻഷരി വേണം. ഇൻഷരി ഒന്നും കൂടെ വേണം. റെഡി വേണ്ട അടിച്ചങ്ങ് പൊതിക്കാൻ. അടിച്ച് പൊതിഞ്ഞ് അതിനകത്തൊരു പരയം വരെ ഇട്ടവനുണ്ട് അവനെ. ഇവിടെ ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് gang ഇപ്പൊ അമ്മാർ എന്താ പറയുമെന്ന് നിனைக்கிறேன். ഹൈവേയുടെ അടി അടക്കുമ്പോ ലച്ചുവിന്റെ ഒപ്പം റൊമാൻറ്റിക് ആവാൻ പോവല്ലേ കേട്ടോ. ഞാൻ ഇപ്പൊ റൊമാൻറ്റിക് ആയതാണല്ലോ നീ. ശരിയടാ ശരിയടാ, നീ എന്നാ മുമ്പട്ട കത്തിപ്പോയോ അമ്മാർ ഇറങ്ങി ഒരാള് കയറുന്നുണ്ട്. ഒരാള് ആൾക്കാരുണ്ട്. കുഴപ്പമില്ല, നമുക്ക് അടിക്കാന്നുള്ള. ഡ്രസ് എങ്ങനെ മനസ്സിലാവൂടാ? ഒരു കാര്യം ചെയ്യും. ഗ്യാങ് ഡ്രസ്സിലുള്ള ആരെങ്കിലും ഇപ്പം അങ്ങനെയാണെങ്കിൽ അവരെ ഇവിടെ നിർത്തിട്ട് ബാക്കിയെല്ലാരും പോയിട്ട് ഞാൻ പോയി ഡ്രസ് ഇട്ടിട്ട് വരാം. അവരുണ്ട് എടാ നിങ്ങൾ മറ്റേ ഹോസ്റ്റേജ് അത് ഇതെന്നൊക്കെ പറയണവന്മാര് നിങ്ങള് വാ സിറ്റി വാ. എന്താന്ന് വെച്ചാ നിങ്ങള് ചെയ്യും. വേണി ഇരുന്ന് കണ്ടാതി, നമ്മള് ചെയ്യും. നീയൊക്കെ വേണി കണ്ടാതി. ഇല്ല അത്ര ബുദ്ധിമുട്ടി ലൈവ് ആണെന്നൊന്നുമില്ല. ഇറങ്ങി പോടാ കുഞ്ഞുങ്ങളാവും വന്നിരിക്കുന്നു പഠിപ്പിക്കാൻ. ഉച്ചയാകുമ്പോ കൊറേ കുഞ്ഞാള് വരും പഠിപ്പിക്കാനായിട്ട്. നമ്മളൊക്കെ ചെയ്യണി വേണി കണ്ടാതി. നീ പറയണേ കേട്ട് ചെയ്യാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. മറ്റന്മാരെ കണ്ടുപിടിക്കാൻ. ദൈവത്തെ വിളിച്ച് പറ 15 മിനിറ്റ് കൂടുതലായല്ലോ. ഇല്ല ഇല്ല, അവരിട്ടില്ല. ഇറങ്ങട്ടെ ആൾക്കാരെ സത്യം പറ ഇവിടെ നീയല്ലേടാ ആദ്യം അങ്ങോട്ട് അടിച്ചേ. ഞാൻ പറയട്ടെ, ഞാനിവിടെ വണ്ടി ഇട്ട് നടക്കും. അപ്പൊ അവന്മാര് വന്നിട്ട് പേരെന്താ, ഞാൻ പറഞ്ഞു നിന്നോടൊന്ന് പേര് പറയാൻ സൗകര്യം ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ അവന്മാരങ്ങ് ചാറ്റിൽ ഇതുവരെയായിട്ടും കാണാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഇതൊക്കെ ഇവിടെ നിന്നാ. വണ്ടി കയറാ. വലിയ മെച്ചടിയൊന്നും വേണ്ട കേട്ടോ. അതെന്താ കൊച്ച് എന്തായി കൊച്ച് ഇത്? ഇതെന്താ കൊച്ച് ഇത്? പേടിച്ചു. എന്താ പண்றது? സ്നൈപ്പിന്റെ പേര് കേട്ടാലേ പേടിച്ചു. 1 2 3 4 5 6 7 8. ആ മര എണ്ണം കൂടി 9 വരെ 9 വരെ. അത് എവിടെ അറിയാം സ്നൈപ്പിക്ക്? ഞാൻ മറ്റേ നോക്കി തപ്പല്ല. കൗണ്ട് വെക്കാൻ കൊച്ച്, പേര് വെക്കാൻ പാടില്ല. ഇതിന്റെ അன்னைக்கு വാസു തിട്ടന. എന്ത് കൗണ്ട് നോക്കിയോ? കൗണ്ട് നോക്കി പറഞ്ഞ് റേഡിയോ കോൾ കൊടുത്ത് ഇത്ര പേരുണ്ട്. അല്ലേ കൗണ്ട് നോക്കാം, കൗണ്ട് നോക്കാം. കൗണ്ട് നോക്കണേന് കുഴപ്പമില്ല. നോക്കാം, ബട്ട് ആണാ പറയக்கூடாதல்ல. ഇല്ല പറയാം. വാസു തിട്ടനുണ്ടാവ. കോച്ച് മണ്ടത്തല്ലോ കാട്ടാതെ കോച്ച്. എന്താന്നറിയാ ലൈവില് இப்படி പറയக்கூடாது, അത് മെറ്റാ அப்படினு പറഞ്ഞു. പേര് നോക്കി പറഞ്ഞൂടാ, അത് മെറ്റാ. ആ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ആ പേര് ഗ്യാങ് ഇത്ര പേരുണ്ട്. ഇവിടെ എന്തൊക്കെ പറയാലോടിയാ ഈ സിറ്റുവേഷൻ അത്ര പോരെ. നമ്മള് കണ്ട് അതൊക്കെ വില്ലുമോന്റെ ലെവലിന്റെ ഒരു സിറ്റുവേഷൻ. നീ പാടാകൊണ്ടേ വില്ലുമോന്റെ അടിക്കുമല്ലേ നോക്കിയോനൊക്കെ ഞാൻ പണ്ടേ നോക്കി വെച്ചതാ അടിക്കാൻ വേണ്ടി. ഞാനും സമയത്ത് നോക്കി വെച്ചവന്മാര്